തിരുവനന്തപുരം സമ്മേളനത്തിന് പിന്നാലെ സിപിഐഎമ്മിന്റെ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലും വി.എസ്. അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന ആവശ്യം ഉയർന്നുവെന്ന വെളിപ്പെടുത്തലിൽ ആടി ഉലഞ്ഞ സിപിഐഎം. ചർച്ചയിൽ പങ്കെടുത്ത ഒരു കൊച്ചു പെൺകുട്ടി നടത്തിയ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശമാണ് വി.എസിന്റെ ഇറങ്ങിപ്പോക്കിന് കാരണമെന്നാണ് മുതിർന്ന സിപിഐഎം നേതാവ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ദിവസം ക്യാപിറ്റൽ പണിഷ്മെന്റിൽ പിരപ്പൻകോട് മുരളി നടത്തിയ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ കെ സുരേഷ് കുറുപ്പിന്റെയും തുറന്നു പറച്ചൽ. എന്നാൽ സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ തള്ളുകയാണ് ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്ത വി. ശിവൻകുട്ടിയും ചിന്താ 2012 തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സിപിഐഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു യുവ നേതാവ് വി.എസ്. അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചു എന്ന വെളിപ്പെടുത്തലുമായാണ് സിപിഐഎമ്മിന്റെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളി രംഗത്തെത്തിയത്. ഇതിനെതിരെ രൂക്ഷമായ വിമർശനവും തള്ളിപ്പറയലുമാണ് സിപിഐഎമ്മിന്റെ നിലവിലെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനിൽ നിന്നുണ്ടായത്. അതേസമയം ആലപ്പുഴയിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലും ഇത്തരത്തിലുള്ള വിമർശനം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലുമായി മുൻ എം.എൽ.എ. സുരേഷ് കുറുപ്പും രംഗത്തെത്തി. 2015 ആലപ്പുഴയിൽ വെച്ച് നടന്ന സിപിഐഎമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിലും ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശമുണ്ടായി. വി.എസിന്റെ ചെറുമകളുടെ മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി വി.എസ്. അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഇതിൽ മനനൊന്ത വി.എസ്. അച്യുതാനന്ദൻ വേദി വിട്ടിറങ്ങിയെന്നും സുരേഷ് കുറുപ്പിന്റെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലുള്ള ലേഖനത്തിൽ പറയുന്നു. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ച് നടന്നത് വി.എസ്. വധം ആട്ടക്കഥയായിരുന്നുവെന്നാണ് വി.എസ്. അച്യുതാനന്ദന്റെ മുൻ പി.എ. സുരേഷ് പറയുന്നത്. വിവാദങ്ങൾക്ക് പിന്നാലെ സുരേഷ് കുമാറിന്റെ തുറന്നു പറച്ചിലിനെ മന്ത്രി വി. ശിവൻകുട്ടി തള്ളിപ്പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിൽ വി.എസ്. അച്യുതാനന്ദനെതിരെ ഉയർന്നുവന്ന വിമർശനങ്ങളും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന് വി.എസ്. അയച്ച കത്ത് പുറത്തുവന്നതുമാണ് അദ്ദേഹം വേദി വിട്ടിറങ്ങാൻ കാരണമെന്നായിരുന്നു ഇതുവരെ പുറത്തുവന്ന വാദം. എന്നാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ ഓരോ ദിവസവും വിമർശനങ്ങളും വെളിപ്പെടുത്തലുകളും ഉയരുകയാണ്. ന്യൂസ് റീഡർ 24 തിരുവനന്തപുരം.